ഇതിലെ ഈ തുടക്കത്തിലെ ഈ പദമൊന്ന് ശ്രദ്ധിക്കുക. അലിഫ് ലാം റ. അലിഫ്, പിന്നെ ഉള്ളത് ലാം. റ എന്ന് പറഞ്ഞ റ. അലിഫ് ലാം റ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ഇബ്രാഹിം തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. സൂറത്തു റാഅദ് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്യാം. ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, മനസ്സിലാക്കേണ്ട ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് ഉപകരിക്കും. ഖുർആൻ പാരായണം നിയമങ്ങൾക്ക് അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് മനോഹരമായ ശൈലിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാർക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ألف لام را. അലിഫ്, പിന്നെയുള്ളത് ലാമാണ്. ലാമിൻ്റെ മുകളിൽ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. നല്ലോണം മദ് ലാസിമാണ്, നല്ലോണം നീട്ടേണ്ടതാണ്. 3 അലിഫിൻ്റെ ഖദർ അഥവാ 6 ഹർക്കത്ത് നീട്ടേണ്ട മദ്ദാണ് മദ് ലാസിമ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അലിഫ് ലാം റാ. കിതാബുൻ അൻസൽനാ. കിതാബുൻ എന്നത് തൻവീനാണ്. തൻവീൻ്റെ ശേഷം വന്ന അക്ഷരം ആ എന്ന ഹംസയാണ്. അപ്പോൾ ഇൽഹാർ ചെയ്യേണ്ട സ്ഥലമാണ്, ഇൽഹാറിൻ്റെ അക്ഷരമാണ് ഹംസ എന്നുള്ളത്, ആ എന്നുള്ളത്. അതുകൊണ്ട് കിതാബുൻ എന്ന് വ്യക്തമാക്കിയിട്ട് ബുൻ എന്ന് വ്യക്തമാക്കിയിട്ട് പറയണം. കിതാബുൻ അൻസൽനാഹു എന്ന് പറഞ്ഞാൽ അൻസൽനാഹു, കാരണം ഇതിൻ്റെ ശേഷമുള്ള അക്ഷരം സ ആണ്. أنزلناه إليك لتخرج الناس من الظلمات إلى النور. لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. إلى صراط العزيز الحميد. الله الذي. അലിഫും ലാമും വരുന്ന സ്ഥലങ്ങളിൽ ആ എന്നാണ് വായിക്കേണ്ടത്. ഇത് തുടക്കത്തിലെ ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിലാണ്, പിന്നെ അവിടെ ചേർത്തി വായിക്കേണ്ടതാണ്. ആയത്തിന് അവസാനമായത് കൊണ്ട് നമ്മളവിടെ നിർത്തി. ഇനി എന്ത് ചെയ്യേണ്ട, ചേർത്തി വായിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹില്ലദീ. അല്ലാഹി കഴിഞ്ഞതിന് ശേഷം ഒരു ഹംസത്തുൽ വസിലാണ്, അവിടെ നിർത്താതെയാണ് ഓതിയത്. അല്ലാഹില്ലദീ. അപ്പോൾ ഹംസത്തുൽ വസിൽ ഒഴിവാക്കിയിട്ടാണ് വായിക്കേണ്ടത്. അവിടെ നിർത്തുകയാണെങ്കിൽ അല്ലാഹ് അല്ലദീ ലഹു മാ ഫിസ് സമാവാത്. ഇവിടെ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദില്ലാഹി. അപ്പോൾ അള്ളാഹ് എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ ല എന്ന ഉച്ചരിക്കുക. ഹമീദില്ലാഹ് അൽഹമീദില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
വവൈലുൽ ലിൽകാഫിരീന മിൻ അദാബിൻ ശദീദ്. വവൈലുൽ തൻവീന്റെ ശേഷം ലാമ റ വന്നാൽ കൂട്ടി യോജിപ്പിക്കേണ്ട സ്ഥലമാണ്. വവൈലുൽ ലിൽകാഫിരീന മിൻ അദാബിൻ ശദീദ്. മിൻ ശേഷം സുക്കൂനുള്ള അക്ഷരമാണ്, ശേഷമുള്ളത് ഇളാറിന്റെ അക്ഷരമാണ്. ഇളാറിന്റെ അക്ഷരം വെളിവാക്കേണ്ട സ്ഥലമാണ്. മിൻ അദാബിൻ ശദീദ്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വവൈലുൽ ലിൽകാഫിരീന മിൻ അദാബിൻ ശദീദ്. ഷദീദിൻ എന്നാണുള്ളത്. ഷദീദിൻ എന്നുള്ളതാണ്. അവസാനം എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. ദാലിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നീട്ടാനുള്ളത് അതേപോലെ ഉച്ചരിച്ചാൽ പോരാ, അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഷദീദ് തൊട്ട് മുമ്പ് അക്ഷരം അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം. ഇവിടെ അവസാനത്തെ അക്ഷരം ദാലാണ്. അതിന് നേരെ തൊട്ട് മുമ്പുള്ള അക്ഷരം യാ ആണ്. യാ നീട്ടാനാണ്. യാ നീട്ടാൻ വന്നാൽ അതിന് മുമ്പ് നീട്ടാൻ വന്നാൽ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. യാ വന്നാലും വേണ്ടില്ല, അലിഫ് വന്നാലും വേണ്ടില്ല, വാ വന്നാലും വേണ്ടിയില്ല. മിൻ അദാബ് അവിടെയാണ് നിർത്തുന്നതെങ്കിൽ അദാബ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ബാന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അലിഫാണ്. നീട്ടാനുള്ള അക്ഷരങ്ങൾ അലിഫ്, യാ, വാവാണ്. മിൻ അദാബിൻ ശദീദ്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വവൈലുൽ ലിൽകാഫിരീന മിൻ അദാബിൻ ശദീദ്. الذين يستحبون الحياة الدنيا على الآخرة. الذين يستحبون الحياة الدنيا على الآخرة. അല്ലദീന തുടക്കം അലിഫും ലാമും ആണ്. തുടക്കം ലാമും അലിഫും ആണെങ്കിൽ അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ. ഹയവാത്ത എന്ന് വായിക്കരുത്. ഹയവാത്ത എന്ന് വായിക്കണമെങ്കിൽ വാവിന് ഫത്ഹ് പിന്നെ നീട്ടാനുള്ള ചിഹ്നം കൂടി ഉണ്ടാണ്. ഇവിടെ നീട്ടാനുള്ള ചിഹ്നം മാത്രമേ ഉള്ളൂ, ഫത്ത് ഇല്ല. അപ്പം ഹയവാത്ത എന്ന് വായിക്കില്ല. ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. ويصدون عن سبيل الله ويبغونها عوجا. ويصدون عن سبيل الله ويبغونها عوجا എന്നാണുള്ളത്. നിർത്തുമ്പം തൻവീൻ ഫത്ഹിനെ അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലങ്ങൾ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ നീട്ടണം. ഇവിടെ തൻവീൻ ഫത്ഹാണ്. ഇവജൻ എന്ന് പറയില്ല. ഇവജ. ഉലൈക ഫീ ളലാലിൻ ബഈദ്. ഉലൈക ഫീ ളലാലിൻ ബഈദ്. അവിടെ തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം ബാ വന്നത് കൊണ്ടാണ് ആ തൻവീനിൻ്റെ മാറ്റി മീമാക്കി കൊടുത്തത്. ആ ചിഹ്നമാണ് അവിടെ മീമിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ളലാലിൻ ബഈദ് ഇഖ്ഫായിൻ്റെ സ്ഥലമാണ്. അവിടെ ഇഖ്ഫ പിന്നെ ചെയ്യേണ്ട സ്ഥലമാണ്. എന്ന് തൻവീന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? ആ തൻവീനെ മാറ്റി മീമാക്കി കൊടുക്കണം. അതിൻ്റെ പേര് ഇഖ്ലാബ് എന്നാണ്. അവിടെ മീമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇഖ്ഫായിൻ്റെ നിയമം വരാം. മീമിൻ്റെ ശേഷം ബാ വന്നതുപോലെയാണ്. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم وما أرسلنا مد منفصل وما أرسلنا من رسول إلا بلسان قومه എന്നുള്ളത് നിർത്തുമ്പം قومه അവിടെ ഹാന് സുക്കൂൻ കൊടുക്കണം. ഖൗമി ഹ് എന്ന് പറയുന്നത് ഖൗമി. ആ ഹാ ഒഴിവാക്കാൻ പറ്റൂല. ഖൗമി
ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാ. നൂന്റെ ശേഷം യാ വന്നു, ഇദ്ഗാമുൻ ബിഗുന്നയാണ്. മൻ യശാ വയഹ്ദി മൻ യശാ വഹുവൽ അസീസുൽ ഹകീം. ولقد أرسلنا موسى بآياتنا. നീട്ടാനുണ്ട്, നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നീട്ടാൻ മദ്ദിൻ്റെ ചിഹ്നമെല്ലാം, മദ്ദിൻ്റെ ചിഹ്നമുള്ള സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യണ്ട, നിർത്തുകയാണെങ്കിൽ മദ് കൊടുക്കണ്ട. ബി ആയാതിന എന്ന് പറഞ്ഞത് നിർത്തണ്ട. ബി ആയാതിന നീട്ടാനുള്ള സ്ഥലങ്ങളിലേക്ക് സാധാരണ നിർത്തുന്ന പോലെ നിർത്തിയാൽ മതി. വലഖദ് അർസൽന മൂസ അലിഫുണ്ട്, മൂസ എന്ന് പറഞ്ഞിട്ട് മൂസ എന്ന് പറയണ്ട. വലഖദ് അർസൽന മൂസ ബിആയാതിന. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ബിആയാതിന അൻ അഖ്രിജ് ഖൗമക മിനൽ ളുലുമാതി ഇലൻ നൂർ. റഅയിന് സുക്കൂൻ ചെയ്തു, തൊട്ടുമ്പ് വാവുണ്ട് നീട്ടാൻ, മധ്യ ആരിൽ വന്നു. ഇലൻ നൂർ. വദക്കിർ എന്ന് പറയുന്നത് വദക്കിർഹും. റഅയിന് സുക്കൂന് മുമ്പ് കസ്ർ തർക്കീക്ക് ചെയ്യണം. വദക്കിർഹും ബിഅയ്യാമില്ലാഹ്. മീമിന്റെ ശേഷം ബ ആണ്, ഇഖ്ഫാ ചെയ്യണം. വദക്കിർഹും ബിഅയ്യാമില്ലാഹ് എന്ന് പറയുന്നത് അടുത്ത് മറിച്ച് പണിക്കാണ്. വദക്കിർഹും യാ എന്നുള്ള ഒരു നീട്ടാനുള്ള അലിഫ് മാത്രമാണ് അവിടെ. യാതിന് ശേഷം ഒരു യാ പോലത്തെ ഉണ്ട്. വേറെ ഒന്നും വായിക്കാൻ നിൽക്കണ്ട. ബിഅയ്യാമില്ലാഹ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. وإذ قال موسى لقومه اذكروا نعمة الله എന്ന വാക്ക് എപ്പോഴും നിർത്തേണ്ടത് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഇദ് ഖാല മൂസ ലിഖൗമിഹി. അവിടെ നിർത്തുമ്പോൾ ഹായിന് സുക്കൂന്, നിർത്തുന്നില്ല എങ്കിൽ اذكروا نعمة الله عليكم إذ أنجيكم എന്നൊന്നും പറയത് അലിഫാണ്. أنجاكم من آل فرعون. നൂന് സുക്കൂന് അല്ലേ. ശേഷമുള്ളത് പിന്നെ ഇളാൻ അക്ഷരമായ ഹംസയാണ്. മിൻ, അപ്പൊ വ്യക്തമാക്കണം. മിൻ ആലി ഫിർഔൻ. റഅയിന് സുക്കൂന് മുമ്പ് കസ്ർ അല്ലേ. എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്. തർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. يسومونكم سوء العذاب ويذبحون أبناءكم. നമ്മളെപ്പോഴും നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മളിപ്പോൾ കഴിവിൻ്റെ പരമാവധി നിർത്തി ഓതി ശീലിക്കുക. എവിടെ നിർത്താൻ പറ്റുന്നോ അവിടേക്ക് എന്ത് ചെയ്യുക, നിർത്താൻ പറ്റുക. പിന്നെ നിർത്തുന്നത് ശരിയാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. നീട്ടാനുണ്ടെങ്കിൽ നീട്ടണം, തൊട്ടുമുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ നീട്ടണം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وفي ذلكم ميم داشم با ونخفجر بلاء مد متصل بلاء തൻവീൻ ശേഷം മീ വന്നു. അവിടെയൊക്കെ നിയമം എന്താണ്? ഇത് ആകും ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മിർ റബ്ബിക്കും അവിടെ മിർ റബ്ബിക്കും നൂൻ്റെ ശേഷം റാ വന്നു. ലാമ റാ വന്ന കൂട്ടി യോജിപ്പിക്കുക. മിർ റബ്ബിക്കും അളീം. وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ تأذن ربكم لئن شكرتم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد وقال موسى إن تكفروا إن تكفروا أنتم أن تكفروا أنتم ومن في الأرض جميعا എന്നല്ല അയിനാണ് മധ്യഭാഗത്ത് നിന്നാണ് വരേണ്ടത്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് കഴുത്തിൻ്റെ അല്ലേ ഹൽക്ക് തൊണ്ട പിന്നെ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. فإن الله لغني حميد ലഗനിയുൻ തൻവീനാണ് ആ കാണുന്നത് എന്താണ് തൻവീൻ എന്ന് പറഞ്ഞാൽ ഡബിളായിട്ട് വരുന്നത്. രണ്ട് ലൊമ്മാണ് അത്. അതാണ് ഒരു ചിഹ്നം തിരിച്ചു കൊടുത്തുള്ളത്. അത് ഇളാറിൻ്റെ സ്ഥലങ്ങളിൽ അങ്ങനെ കൊടുക്കുള്ളൂ. അപ്പം അത് ഇൽഹാറിൻ്റെ സ്ഥലമാണ്, വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. ഹമീദ് അവിടെ നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹമീദുൻ അലം യഅ്തികും എന്നാണ് ഓതേണ്ടത്. കാരണം എന്താ, തൻവീൻ്റെ ശേഷം ഇളാൻ അക്ഷരമാണ് ശേഷമുള്ളത്. ആയത്തിൻ്റെ അവസാനം നിർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിർത്തണം എങ്കിൽ എന്ത് ചെയ്യും, ഖുർആൻ കൊടുക്കേണ്ടത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ്. അപ്പോൾ അവിടെ നിർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഹമീദുൻ എന്ന് കൊടുത്തിട്ടുള്ളത്. അലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും അലം യഅ്തികും നബഉ വാവാണ് എന്ന് കരുതിയിട്ട് അത് നബവു എന്ന് വായിക്കണം. നബവു വാവല്ലത്, അത് ഹംസയാണ്. യാഇൻ്റെ മുകളിൽ ഹംസ വന്നാൽ ഹംസക്കാണ് പവർ. വാവിൻ്റെ മുകളിൽ ഹംസ വന്നാൽ ഹംസക്കാണ് പവർ. അലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും അലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും. ഇവിടെ നബഉ എന്നുള്ള സ്ഥലത്ത് അല്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു വാവ് കൊടുത്തതെന്നൊക്കെ ചിന്ത ഉണ്ടാവും.
ഹംസ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ അലിഫ് കൊടുത്താൽ പോരെ, അതിനൊക്കെ എഴുത്തിന് ഓരോ നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഖുർആൻ്റെതായ ശൈലിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മാത്രം. അലം യഅതികും നബഉല്ലദീന മിൻ ഖബ്ലികും ഖൗമി നൂഹിൻ എന്നാണുള്ളത്. അവിടെ നിർത്തുമ്പോൾ ഹയിൽ സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അതോടെ നൂഹ് അവിടെ നിർത്തുന്നില്ലെങ്കിൽ മിൻ ഖബ് 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 മിൻ ഖബ് ഖബി എന്നല്ല, മിൻ ഖബിലികും എന്നല്ല, മിൻ ഖബ്ലികും ഖൗമി നൂഹി വആദ്. തൻവീന് ശേഷം വാവാണ് വന്നിട്ടുള്ളത്. നൂഹിൻ വ എന്ന് പറയരുത്. നൂഹി വആദ് നൂഹി മിൻ ഖബ്ലികും ഖൗമി നൂഹി വആദ് വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. ഇല്ല എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദ വന്നാൽ ആ നീട്ടൽ ഒഴിവാക്കും. ഇല്ലല്ലാഹ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത് ഫറദ്ദൂ അയ്ദിയഹും ഫീ അഫ്വാഹിഹിം وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. ശക്കിം മിമ്മ രണ്ട് മീമിന് ശബ്ദമുണ്ട്, രണ്ട് മീമും മണിക്കേണ്ടതാണ്. തദ്ഊനനാ ഇലൈഹി മുരീബ്. അലം യഅതികും നബഉല്ലദീന മിൻ ഖബ്ലികും ഖൗമി നൂഹി വആദ് വസമൂദ് വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ് جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. പത്താമത്തെ قالت رسلهم أفي الله شك ല എന്നാണ് ഉച്ചരിച്ച്. മുമ്പുള്ളത് കസർ ആയതുകൊണ്ടാണ്, മുമ്പുള്ള അക്ഷരം കസർ ആയതുകൊണ്ടാണ്. അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ് يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى. തൻവീന് ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ് അവസാനം. മുസമ്മ ശബ്ദല്ല മീമാണ്, മണിക്ക നീട്ടും ചെയ്യണം. അവിടെ അലിഫുണ്ട്. മുസമ്മ. قالوا إن أنتم ഒന്ന് ഇദ്ഗാമിന്റെ സ്ഥലമാണ്, മറ്റൊന്ന് നൂന്റെ ശേഷം താ ആണ്, ഇഖ്ഫാന്റെ സ്ഥലമാണ്. قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى. قالوا إن أنتم إلا بشر مثلنا تريدون أن
تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. 11-ാമത്തെ ആയത്ത്. قالت لهم رسلهم إن نحن നൂൻ്റെ ശേഷം നൂനാണ്. ഇദ്ഗാമും ബിഗുന്നയാണ്. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന്, വാവ്, മീമ്, യാവ്. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം എന്ന് പറഞ്ഞാൽ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കാം. ലാമ് റാ ഇവിടെ മണിച്ച് കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാം. ഇൻ നഹ്നു ഇല്ലാ ബശറും അവിടെയും ഇദ്ഗാമും ബിഗുന്നയാണ്. ഇഖ്ലാബിൻ്റെ അക്ഷരം നൂനിൻ്റെ ശേഷമോ തൻവീൻ്റെ ശേഷമോ ബാ വന്നാൽ മാത്രമേ ഇഖ്ലാബ് വരുള്ളൂ. അപ്പോൾ ഇഖ്ലാബ് പറഞ്ഞു, ഇദ്ഗാം ബിലാഗുന്ന പറഞ്ഞു, ഇദ്ഗാം ബിഗുന്ന പറഞ്ഞു. പിന്നെയുള്ളത് ഇൽഹാറാണ്. ഇൽഹാറും നമ്മൾ പറഞ്ഞു. 6 അക്ഷരങ്ങൾ ഹംസ, ഹ, ഹ, ഐന്, ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക. നൂന് സുക്കൂന് ഉണ്ടെങ്കിൽ സുക്കൂനോടുകൂടെ വ്യക്തമാക്കി പറയുക. തൻവീനാണെങ്കിൽ തൻവീന് വ്യക്തമാക്കി പറയുക. ഈ 4 പിന്നെയുള്ള ബാക്കിയുള്ള ഏത് അക്ഷരം, ബാക്കി 15 അക്ഷരമാണ്. ഈ പറഞ്ഞ അക്ഷരമല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇഖ്ഫായിൻ്റെ സ്ഥലമാണ്. ഇഖ്ഫായിൻ്റെ സ്ഥലമാകുമ്പോൾ മറച്ച് പണിക്കുക. ഇല്ലാ ബശറും മിസ്ലുക്കും ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله. ഇവിടെ മീമ് നഅ്തിയക്കും ബി എന്ന് കണ്ടില്ലേ? മീമിൻ്റെ ശേഷം പാണ്. മീമിൻ്റെ നിയമം വേറെയാണ്, നൂനിൻ്റെയും തൻവീൻ്റെയും മറ്റൊന്ന് വേറെയാണ്. മീമിൻ്റെ സിമ്പിളാണ്. മീമിൻ്റെ ശേഷം മീമ് വന്നാൽ മിക്സ് ആക്കുക, ഇദ്ഗാം ചെയ്യുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്നയാണ്. ഇദ്ഗാമും ബിഗുന്നയാണ്. അതുപോലെ തന്നെയാണ് മീമിൻ്റെ ശേഷം ബാ വന്നാൽ മറച്ച് പണിക്കുക. ബാക്കി ഏത് വന്നാലും മീമിൻ്റെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും, ബാക്കി എന്ന് പറഞ്ഞാൽ 26 അക്ഷരം മുഴുവൻ അക്ഷരവും ഈ മീമും ബാവുമല്ലാത്ത ബാക്കി മുഴുവൻ അക്ഷരവും ഇൽഹാർ ചെയ്യേണ്ട, വ്യക്തമാക്കേണ്ട, മീമ് സുക്കൂനോടുകൂടെ വ്യക്തമാക്കി പറയേണ്ട സ്ഥലമാണ്. അന്നഅ്തിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഒന്നുകൂടെ. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. 12-ാമത്തെ ആയത്ത്. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. 13. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا. മീമിൻ്റെ മീം വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്. മീൻ വ്യക്തമാക്കി ശേഷമുള്ള ഇല്ലാന്റെ അക്ഷരമാണ്. മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലതിന فأوحى إليهم ربهم لنهلكن الظالمين
وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد عينان جبار تنوين ونون تنوين شمعين ونان إظهار شيئا واستفتحوا وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد من ورائه جهنم ويسقى من ماء صديد يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ مثل الذين كفروا بربهم أعمالهم كرماد ശ്രദ്ധിക്കുക കറമാദ് നിർത്തി അവിടെ നിർത്തുന്നില്ലെങ്കിൽ തെൻവീനാണ് തെൻവീൻ ശേഷം ഹംസത്തുൽ വസിലാണ് വരുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം ശേഷമുള്ള സുക്കൂനാണ് ഇവിടെ ഇങ്ങനെയുള്ള എന്ത് ചെയ്യണം കറമാദിൻ എന്ന് അവിടെ വെളിവാക്കേണ്ട സ്ഥലമാണ് വെളിവാക്കിയാൽ പിന്നെ അവിടെ പിന്നെ ഹംസ വരൂല ഹംസ വസലിൻ്റെ ഹംസയാണ് അപ്പോൾ അത് എന്ത് ചെയ്യണം ഒഴിവാക്കണം അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം അവിടെ ഒരു നൂന് വരണം കെസറുള്ള നൂന് كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز وما ذلك على الله بعزيز إن شاء الله ونوري وديوكا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا
فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وعيد ذلك لمن خاف مقامي وخاف وعيد لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي بخلق جديد وما ذلك على الله بعزيز صدق الله العلي العظيم. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രത്യേകമായിട്ട് 1-2 ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു സഹോദരി, നമ്മളെ പ്രേക്ഷകരായ ഒരാൾപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിയുടെ അനിയത്തിയുടെ പിന്നെ 2 മക്കളെ വിവാഹം പിന്നെ മകളുടെ വിവാഹം ശരിയായിട്ടുണ്ട്. അതൊന്ന് റാഹത്തായിട്ട് കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മകൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ഉപ്പയില്ലാത്ത പിന്നെ മക്കളാണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുത്ത് അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുടുംബജീവിതം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാധ്യതകളൊന്നും ഇല്ലാതെ തന്നെ റാഹത്തായിട്ട് മംഗളമായിട്ട് നടത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്ത് എല്ലാ നിലക്കും സന്തോഷമുള്ള ഒരു റാഹത്തുള്ള ജോലി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം. നല്ല മഴയാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. നമ്മൾ കുട്ടികളൊക്കെ പിന്നെ ഒരു അവധി കിട്ടുമ്പോൾ ഒരു ആഘോഷത്തിൻ്റെ രൂപത്തിലാണ്. അത് കുട്ടികളുടെ ലോകത്താണ്. നമ്മളേതായ ലോകത്ത് ആയിരിക്കണം. മഴ എന്ന് പറയുന്ന അനുഗ്രഹമാണ്. അനുകൂലമാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ നബി തങ്ങളൊക്കെ പഠിപ്പിച്ച അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നുള്ളത് ദുആ നമ്മളൊക്കെ മലയാളത്തിലെങ്കിലും പഠിച്ചോനെ നല്ല ഉപകാരമുള്ളൊരു മഴയാക്കി മാറ്റണേ എന്ന ദുആ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പിന്നെ എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. നമുക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും. പലയിടങ്ങളിലും പ്രയാസം വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഏൽക്കുകയാണ്. നമ്മളൊക്കെ പിന്നെ വയനാട്ടിലാണ്, അല്ലെങ്കിൽ പിന്നെ മറ്റു മലപ്പുറത്താണ്, കോഴിക്കോടാണ്, കാസർഗോഡാണ്, കണ്ണൂരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ അതിനൊക്കെ ഒരു എഫക്റ്റ് നമുക്കൊക്കെ വരും. വന്നാലും വന്നിട്ടില്ലെങ്കിലും മുഅ്മിനീങ്ങളെ കാര്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അകറ്റിത്തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്.
അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം കൊണ്ടും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. റഹ്മാനെ റബ്ബേ, അവർക്ക് നീ സമാധാനം കൊടുക്കണം റഹ്മാനെ. മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഭാര്യമാര് നഷ്ടപ്പെട്ടവർ, ഭർത്താവുമാരും നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, സഹോദരി സഹോദരന്മാർ, ഇങ്ങനെ പലരും പല നിലക്കും നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ട്. റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ, റഹ്മത്ത് കൊടുക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണ റഹ്മാനെ, ജസാ നൽകണ റഹ്മാനെ, സ്വബർ നൽകണ റഹ്മാനെ. എല്ലാം കൊണ്ടും നീ ഖൈർ പ്രദാനം ചെയ്യണ റഹ്മാൻ. അത്തരം പ്രയാസങ്ങൾ റഹ്മാനെ റബ്ബേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീ നീക്കണ റഹ്മാനെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കെൽപ്പില്ലാത്തവരാണ് റഹ്മാനെ റബ്ബേ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ നീ കാക്കണ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ടൊക്കെ കാക്കണേ റഹ്മാനെ. പെടുന്നനെയുള്ള മരണത്വങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണ റഹ്മാനെ. ധാരാളം കാലം ഇബാദത്തിലായിക്കൊണ്ട് നിസ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും റഹ്മാനെ റബ്ബേ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ധാരാളമായിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ധാരാളമായിട്ട് സ്വലാത്ത്, ദിക്ർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ ഞങ്ങൾക്ക് ചൊല്ലണം റഹ്മാനെ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കണം റഹ്മാനെ റബ്ബേ. അതിനൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവസാനം നന്നായി മരിക്കാൻ നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നല്ല അവസരങ്ങളിലായി പെടുന്നതിനുള്ള മരണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉള്ള മരണം, ഒരു മുന്നറിയിപ്പില്ലാതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സൂചന കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല, ഇതാണ് പെട്ടെന്നതിനുള്ള മരണം എന്നൊക്കെ പറയുന്നത്. അതിൽ പെട്ടതാണ് പെട്ടെന്നുള്ള ഉരുൾപൊട്ടൽ, ഇങ്ങനെ തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അത്തരം പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമ്മെ കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പെട്ടെന്ന് രോഗിയായിട്ട് ഒരു പ്രായമായി രോഗിയായി എണീറ്റ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു പ്രയാസം വന്ന് ഇനി ഡോക്ടർമാരൊക്കെ വിധിച്ചു, ഇനി അത് പിന്നെ കൂടുതലൊന്നും അല്ലാതെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കിടപ്പം നമുക്ക് കാണുന്നവർക്കും അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ മനസ്സിലാവും ഏകദേശം സമയമൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പിന്നെ റബ്ബിലേക്ക് അടുക്കാനുള്ളൊരവസരം ഉണ്ടാവുകയാണ്. ആ അവസരം അതും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം അവസരങ്ങൾ കിട്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. ഭൗതികമായ സുഖങ്ങളൊക്കെ ആലോചിച്ച് പഠിച്ചോന്നെ എൻ്റെ കാല് വേദന അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന പ്രയാസമല്ല, പഠിച്ചോന്നെ ഇനി മുന്നോട്ട് പോകില്ലല്ലോ എന്ന ആ ഒരു ചിന്ത വരാതെ ഭൗതികമായ സുഖങ്ങളിലേക്ക് പിന്നെയും എനിക്ക് ആയുസ് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലതും ചിന്തിച്ചുകൊണ്ട് പിന്നെ ആഖിറം എന്ന ആ ഒരു കാര്യം ചിന്തിക്കാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന, അങ്ങനെ അവസാനം മരിക്കുന്ന ആളുകൾ പഠിച്ചോനെ റഹ്മാനെ റബ്ബേ അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്കാർക്കും തന്നെ ഇനി നൽകില്ല റഹ്മാനെ. ആ സൂചന കിട്ടി നല്ല റാഹത്തായിട്ട് ദിക്റിലും സ്വലാത്തിലും ഖുർആൻ പാരായണത്തിലും മറ്റുള്ള ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നല്ല റാഹത്തായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആ ഒരു സൂചന കിട്ടി നല്ല റാഹത്തായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഭൂമുഖം ദർശിച്ചുകൊണ്ട് റഹ്മാനെ റബ്ബേ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടാൻ നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നിന്റെ ഭാരതന്മാരായ മുഅ്മിനീങ്ങളായ ആളുകൾ വഫാത്തായതുപോലെ മൗത്തായതുപോലെ റഹ്മാനെ റബ്ബെ ഞങ്ങൾക്കും ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ഞങ്ങൾക്കൊണ്ട് മറ്റുള്ളവർ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും തന്നെ നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. നീ നൽകല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ അവസാനം നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ദഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله.